ലോകം ഇന്ന് അർദ്ധരാത്രിയോടെ കാൽപന്ത് കളിയുടെ ആരവങ്ങളിലേക്കും ലഹരിയിലേക്കും ഉണരും. കോടിക്കണക്കിന് മനുഷ്യർ തങ്ങൾ ആരാധിക്കുന്ന കളിക്കാർ ഒരു പന്ത് കൊണ്ട് തീർക്കുന്ന വിസ്മയത്തിലേക്ക് കണ്ണും കാതും കൂർപ്പിക്കും. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ അസ്ടെക്ക സ്റ്റേഡിയത്തിൽ ഇന്ന് 23ാമത് ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് തുടക്കമാകും. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ ആഫ്രിക്കൻ കരുത്തരായ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വ്യാഴാഴ്ച രാത്രി 12:30 കിക്ക് ഓഫ്. 2010 ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ മത്സരം 1-1 എന്ന നിലയിൽ സമനിലയിലാണ് അവസാനിച്ചത്. 3ാം തവണ ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്ന മെക്സിക്കോ ഇത്തവണ ജയത്തിൽ കുറഞ്ഞതൊന്നും സ്വന്തം മണ്ണിൽ ലക്ഷ്യമിടുന്നില്ല. ഹാവിയർ അഗ്യൂറോയുടെ കീഴിൽ പരിശീലനം നേടിയ മെക്സിക്കോ ടീമിൽ 6ാം ലോകകപ്പിനെത്തുന്ന ഗോൾ കീപ്പർ ഗില്ലർമോ ഒച്ചോവയാണ് ശ്രദ്ധാകേന്ദ്രം. 2 ലോകകപ്പുകളിൽ കളിക്കാൻ കഴിയാതിരുന്ന താരം കഴിഞ്ഞ ലോകകപ്പിൽ മികച്ച ഫോമിലായിരുന്നു. ക്യാപ്റ്റൻ എഡ്സൺ അൽവാരസ് നേതൃത്വം നൽകുന്ന പ്രതിരോധം പഴുതടച്ചതാണെന്നതും മെക്സിക്കോയ്ക്ക് പ്രതീക്ഷയാണ്. 17കാരൻ ഗിൽബർട്ടോ മോറയും പരിചയസമ്പന്നനായ ഒബിലൻ പിനഡയും ലൂയി ചാവേസും കളിക്കുന്ന മധ്യനിരയും ശക്തമാണ്. രാജ്യത്തിനായി 46 ഗോളുകളെന്ന നേട്ടത്തിനുടമയായ റൗൾ ജിമെനസും ഇത്തവണ പ്രതീക്ഷയായി കളത്തിലിറങ്ങുന്നുണ്ട്. മികച്ച ഫോമിലുള്ള റോബർട്ടോ അൽവാരഡോ ഇക്കുറിയും മെക്സിക്കോയുടെ മുന്നേറ്റത്തിലുണ്ട്. ബെൽജിയൻ പരിശീലകൻ ഹ്യൂഗോ ബ്രൂസിന്റെ കീഴിലുള്ള ദക്ഷിണാഫ്രിക്കയ്ക്കും ഇത്തവണ പ്രതീക്ഷകൾ ഏറെയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ദക്ഷിണാഫ്രിക്ക ലോകകപ്പിലേക്ക് എത്തുന്നത്. യെബോഹോ ടലൻ്റെ, എംബാത്തയായ സിറ്റോളെ എന്നിവർ കളിക്കുന്ന മധ്യനിരയാണ് ദക്ഷിണാഫ്രിക്കൻ ടീമിൻ്റെ കരുത്ത്. ഗ്രൂപ്പ് എയിലെ 2ാം മത്സരത്തിൽ വെള്ളിയാഴ്ച രാവിലെ 7:30 ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും ഏറ്റുമുട്ടും. മെക്സിക്കോയിലെ സാപ്പോപ്പനിലുള്ള എസ്റ്റാഡിയോ ഗ്വാദലജര സ്റ്റേഡിയത്തിലാണ് മത്സരം. ലോകകപ്പിൽ ആദ്യമായാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടുന്നത്. മുൻപ് നേർക്കുനേർ വന്ന 3 മത്സരങ്ങളിൽ ഇരു ടീമുകളും ഓരോ മത്സരങ്ങൾ വീതം ജയിച്ചിരുന്നു. ഒരു മത്സരം സമനിലയിലാണ് അവസാനിച്ചത്. യോഗ്യതാ മത്സരങ്ങളിൽ തോൽവിയറിയാതെ മുന്നേറിയ ഏക ഏഷ്യൻ ടീമാണ് കൊറിയ. സൂപ്പർ താരം സൺ ഹ്യൂങ് മിൻ നയിക്കുന്ന ഏഷ്യൻ വമ്പന്മാരായ കൊറിയ 12ാം തവണയാണ് ലോകകപ്പിനെത്തുന്നത്. അതേസമയം വലിയ ആവേശത്തിലാണ് ചെക്ക് റിപ്പബ്ലിക് ലോകകപ്പിന് ഇത്തവണ ബൂട്ടണിയുന്നത്. 20 വർഷത്തിന് ശേഷമാണ് ടീം ലോകകപ്പിന് യോഗ്യത നേടുന്നതെന്ന പ്രത്യേകതയുമുണ്ട്.